ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ ഉള്ളി ബജിയും മിർച്ചി ബജിയും ഒക്കെ തിന്ന് മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ക്യാബേജ് ബജി. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം ഒരു ക്യാബേജ്, ഒരു ഉള്ളിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, പിന്നെ ഒരു പച്ചമുളകും കൂടെ. പിന്നെ നമുക്ക് മസാലയായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ഇച്ചിരി ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ എരിവിന് വേണ്ടി. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഞെരടിയെടുക്കാം. നല്ലപോലെ ആ ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് വരാൻ വേണ്ടി നല്ലപോലെ കൈ കൊണ്ട് ഞെരടിയെടുക്കാം. അപ്പോൾ ആണെങ്കിൽ നമുക്ക് വെള്ളം ഇടുമ്പോൾ ഒത്തിരി വാട്ടറി ആവത്തില്ല. അപ്പോൾ നേരത്തെ തന്നെ ക്യാബേജിൻ്റെ വെള്ളം വരും. അപ്പോൾ ഇച്ചിരി വെള്ളം ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അത് എന്താ പറയുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഒരു ഉള്ളിവടയുടെ ഉള്ളി ബജിയുടെ പോലത്തെ കൺസിസ്റ്റൻസി തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞാനിതിനകത്തൊരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി സൈഡിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഈ ക്യാബേജിൻ്റെ ഈ ബാറ്റർ എടുത്ത് അതിനകത്ത് ഇച്ചിരിയായിട്ട് നമ്മൾ ഉള്ളി ബജിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഉള്ളി ഇച്ചിരി കൂട്ടിയിടാം. നമ്മുടെ ഉള്ളി ബജിക്ക് നീളത്തിൽ ഉള്ളി അരിയുന്ന പോലെയൊക്കെ ഉള്ളി എടുത്തിടാം. പിന്നെ ഇത് നമുക്ക് ചായയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടോ നമുക്കിത് യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഇത് ചായയുടെ കൂടെ കഴിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ചേട്ടനത് ചോറിൻ്റെ കൂടെ വറുത്തതും പൊരിച്ചതും ഇന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇത് ചോറിൻ്റെ കൂടെ ആയിരുന്നു ചേട്ടൻ കഴിച്ചത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ല്. പിന്നെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.